ഹലോ ഫ്രണ്ട്സ്, ആദ്യമായിട്ടാണ് ഞാൻ കുതിരപ്പുറത്ത് കയറുന്നത്. ഇത് എനിക്ക് സന്തോഷം നൽകുന്ന ഒരു ദിവസം തന്നെയാണ്. ഈ കാണുന്ന വാലീസ് കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കുതിരപ്പുറത്ത് യാത്രയാവുന്നത്. ഈ പഹൽഗാം അറ്റാക്കിന് ശേഷം പിന്നെ ബൈസറൻ വാലിയിലേക്ക് ആരെയും കയറ്റുന്നില്ല. മറ്റ് 4 വാലീസ് കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കുതിരപ്പുറത്ത് പോകുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ കുതിരപ്പുറത്ത് കയറുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ഒരു പ്രത്യേകതരം യാത്രയാണ്. കാരണം എപ്പോഴും നമ്മുടെ നടുഭാഗം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളതിനനുസരിച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആടിക്കൊടുത്താൽ മാത്രമേ നല്ല രീതിയിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാനത് കാണിച്ചു തരാമേ. ഞങ്ങളിപ്പോൾ പഹൽഗാം വാലിയിലെത്തിയിരിക്കുകയാണ്. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. വാഹനങ്ങളിൽ നമുക്ക് വരാനായിട്ട് സാധിക്കില്ല. ഓഫ് റോഡാണ്. കുതിരപ്പുറത്ത് മാത്രമേ വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് ഞങ്ങളുടെ 3 കുതിരകളെ നയിക്കുന്ന വ്യക്തി. ഇതിൻ്റെ പേരെന്താ? പേര് മറന്നുപോയി. പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എല്ലാം ഇവിടെ മറ്റു കുതിരകളിലുണ്ട്. മറ്റ് മുമ്പിലുള്ള കുതിരകൾ പോകുന്നതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇതിയുടെ അരികിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ നാരോ വഴിയാണ്. നമുക്ക് പേടി തോന്നുമെങ്കിലും കുതിര കൃത്യമായിട്ട് അതിൻ്റെ വഴിയിലൂടെ പോയിക്കോളും. നല്ല തണുത്ത് ഐസായിട്ടുള്ള വെള്ളമാണ്. മനോഹരമായിട്ടുള്ള ഈ വാലി. ഇതാണ് പുറയിലത്തെ വഴി. മുകളിലേക്കും എല്ലായിടത്തും പൈൻ മരങ്ങളാണ്. പൈൻ മരങ്ങളാൽ മൂടപ്പെട്ട സ്ഥലമാണിത്. പക്ഷേ ഈ യാത്ര വളരെ അമേസിംഗ് ആണ്. എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറുന്ന എനിക്ക് കിട്ടാവുന്ന ഒരു മാക്സിമം ഒരു എക്സ്ട്രീം എക്സ്പീരിയൻസ് ആണിത്. കാരണം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നടന്നു കയറാനാണെങ്കിൽ ശരിക്കും ടയർഡായി പോകും. കാരണം ഇതുപോലുള്ള കുന്നുകളൊന്നും നമുക്ക് നടന്നു കയറാനായിട്ട് പറ്റില്ല.